ഇനി പറയാൻ പോകുന്ന കാഴ്ച നമുക്കറിയില്ല, ഈ അർബുദ രോഗം വന്നു കഴിഞ്ഞാൽ പലരും വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. പക്ഷെ അതിനൊക്കെ മനോധൈര്യം കൊണ്ട് മറികടക്കുന്നവർ നമുക്ക് പ്രിയപ്പെട്ടവരായി മാറാറുണ്ട്. അങ്ങനെ ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. അക്കൂട്ടത്തിൽ ക്യാൻസർ രോഗം നൽകിയ വേദനകൾക്കൊക്കെ ഇടയിലും അതിനെയൊക്കെ മറികടന്ന് നിറഞ്ഞ ചിരിയോടെ നിഷ ജോസ് കെ മാണി ക്രിസ്മസ് പാപ്പയായി എത്തി. ക്യാൻസർ വാർഡിലെ ക്രിസ്മസ് ആഘോഷത്തിലാണ് പാപ്പായുടെ വേഷമണിഞ്ഞവർ എത്തിയത്. 11ാം റേഡിയേഷന് ശേഷം അല്പം വിശ്രമത്തിനൊക്കെ ശേഷമാണ് രോഗികൾക്ക് മുന്നിൽ പാപ്പയായി സന്തോഷത്തിനായി അവർ എത്തിയത്. പേഷ്യൻ്റ് എന്ന നിലയിൽ കാല് കുത്തിയപ്പോൾ ഞാൻ ഡോക്ടറിനടുത്ത് ചോദിച്ചത്, ഡോക്ടർ ജനീയുടെ അടുത്ത് ചോദിച്ച ഒരേ ഒരു കാര്യം, എല്ലാ കൊല്ലം ക്രിസ്മസിന് ഞാൻ വരുമ്പോൾ രാഗിൻ നമുക്കൊപ്പുണ്ട്. രാഗിൻ, ക്യാൻസർ വാർഡിലെ ഒരുപാട് ചിരികൾ നമുക്ക് സമ്മാനിച്ച ശ്രീനസൻ്റെ അദ്ദേഹം നൽകിയ ഒരു കരുത്ത് ഒരുപാട് പേർക്ക് പിന്നീട് ഈ അർബുദ രോഗം വന്നാലും അതിനെ മറികടക്കാനുള്ള ഒരു ധൈര്യമായി മാറിയിട്ടുണ്ട്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി, പക്ഷേ ഒരുപാട് പേരിൽ ആ ഒരു ധൈര്യം അതിങ്ങനെ പരമ്പര പോലെ തുടരുന്നുണ്ട്. അങ്ങനെയാണ് ഒരുപക്ഷെ നിഷ ജോസ് കെ മാണിയുമൊക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ രംഗത്ത് വരുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ അവരുടെ ആരോഗ്യവും ഈ സന്തോഷ കാഴ്ചകളുമൊക്കെ? വലിയ ഒരു പോസിറ്റീവ്നെസ് തോന്നിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവർക്കും ഒരു പ്രചോദനം കൂടിയാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഈ അസുഖമൊക്കെ ഇത്രയേ ഉള്ളൂ എന്നാണ് അവർ ഇതിലൂടെയൊക്കെ ഒരു സന്ദേശമായി പങ്കുവയ്ക്കുന്നത്. അത് ഒട്ടനവധി പേർക്ക് പ്രചോദനമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ റേഡിയേഷൻ കഴിഞ്ഞ ശേഷമാണ് അവർ ഈ ഒരു ക്രിസ്മസ് പാപ്പയായി എത്തിയത്. കാരണം നമുക്കറിയാം, നമുക്ക് നേരിട്ടറിയുന്ന പലരും ഒക്കെ ഉണ്ട് ഈ രോഗാവസ്ഥയിലൂടെ കടന്നുപോയവരാണ്. അവർക്ക് കീമോതെറാപ്പി, അതോടൊപ്പം തന്നെ റേഡിയേഷൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർ എത്തുകയാണ്. ഇവർക്കൊപ്പം സന്തോഷം പങ്കുവയ്ക്കുകയാണ്, ക്രിസ്മസ് സന്ദേശം പങ്കുവയ്ക്കുകയാണ്. അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഉൾക്കരുത്ത് ഉണ്ടെങ്കിൽ ഏത് രോഗാവസ്ഥയും മറികടക്കാൻ കഴിയും എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിഷ ജോസ് കെ മാണി നേരത്തെ മുതൽ തന്നെ അവർക്ക് ഈ അസുഖം ക്യാൻസർ ഡിറ്റക്ട് ചെയ്തപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പങ്കുവെച്ച് മുന്നോട്ട് വന്നു. നമുക്ക് അറിയാം, ഒരുപാട് പേർക്ക് ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ വരുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളൊക്കെ പതറിപ്പോകുന്ന ഒരു സ്ഥിതി പലരിലും കണ്ടിട്ടുണ്ട്. അവിടെയാണ് നിഷ ജോസ് കെ മാണി തനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഡിറ്റക്ട് ചെയ്തു, പക്ഷേ അതിനെ താൻ തോൽപ്പിക്കും എന്ന് തുടക്കത്തിലെ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അവർ ഓരോ ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് വന്നു. എന്തായാലും അവരിപ്പോൾ 11ാമത് റേഡിയേഷൻ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 2013 മുതൽ ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായവും അതോടൊപ്പം തന്നെ അത്തരം പ്രവർത്തനങ്ങളുമൊക്കെ സജീവമായിരുന്നു നിഷ ജോസ് കെ മാണി. ഉള്ളിൽ ധൈര്യം മുന്നോട്ട് പോകട്ടെ. ഒരുപാട് പേരെ ചേർത്ത് പിടിച്ച് സന്തോഷ കാഴ്ചകൾ ക്രിസ്മസ് വരികയാണ്. ഒരുപാട് നല്ല നിമിഷങ്ങൾ അവരുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. രാഗിനാണ് നമ്മളുടെ വിവരങ്ങൾ പങ്കുവച്ച.